പ്രസിഡന്റ് പെഞ്ഞായിരെ കാണാം, വൈസ് പ്രസിഡന്റ് പെഞ്ഞായിരെ കാണാം, മോളെ കാണാം, ഉമ്മനെ കാണാം. എന്തേ ഔത്തുല് തെച്ചിട്ട് സുഗർ യാറായിട്ട് പ്രഷർ യാറായിട്ട് വയറ് വന്നിട്ട് നടക്കുക തീരില്ല. അല്ലാ കാരണം എന്തേ? പണ്ടത്തെ ഉമ്മമാരെ പോലെ എൻ്റെ ഔത്തുളു നിങ്ങളെ പെണ്ണിങ്ങക്ക് സൊറയില്ല, തന്നി ബലിക്കുകയില്ല, തന്നി ഗോറുകില്ല, കായ അറക്കുകയില്ല, തുണി അടിച്ചിട്ട് കൊട്ടിയിട്ട് കൽകുകില്ല. മിഷന് വന്ന് പോയിട്ട് റബ്ബേ 10 രൂപ വേണ, 1010 രൂപ മിഷന് വന്നറ്, പിണ്ടി വേണ 1000 പിണ്ടിയുടെ മിഷന് വന്നറ്, എല്ലാത്തും മിഷന്. അല്ലാ അല്ലാ ജ്യൂസ് വേണ, അതാ അവിടെ അല്ലാ സ്വിച്ചിട്ടെങ്കിൽ ജ്യൂസോ, സ്വിച്ചിട്ടെങ്കിൽ തണ്ണി, അറക്കുകയില്ല, ബലിക്കുകയില്ല. പിന്നെന്തേ? തെച്ചിട്ട് നോക്കും വയറ് വലിയായിട്ട് നടക്കുക തീരില്ല, ആഫിയത്ത് ഇല്ല. പണ്ടത്തെ ഉമ്മമാർ വയസ്സന്മാരെ ആഫിയത്ത് എന്തായിട്ട് എന്ത്? അല്ലാ ആ കായറച്ചിട്ട് നെല്ല് കുത്തിയിട്ട് റബ്ബേ, നെല്ല് കുത്തിയിട്ട് അതിനെ തൗടെല്ലാം എടുത്തിട്ട് നല്ല അരിയുടെ കഞ്ചി കുടിക്കുമ്പോൾ റബ്ബേ, നല്ല ഇഞ്ചി പൊടിയാക്കിയിട്ട് നല്ല തയറ് ബീത്തിട്ട് സുബൈത്ത് കഞ്ഞി കുടിച്ച ബാലക്കാരുണ്ട് നോക്കൊരു, കിളവരുണ്ട് നോക്കൊരു, എന്തൊരു ആഫിയത്ത് ഉണ്ട്. ഈ ടിക്ക പക്ക തിണ്ടിട്ട് റബ്ബേ ഇൻ്റെ ബാലക്കാരൊക്കെ ആഫിയത്തുണ്ടാ? ഇറച്ചി വന്നരെല്ലാം മാറ്, ചോന്തു ടൈഡെല്ലാം മാറ്, എന്തെങ്കിലും തടി കാഫിയത്തുണ്ട്. ഒന്ന് പേരിട്ട് കൊടുത്തെങ്കിൽ പോണി ഇല്ലേ ഇല്ലേ. ഇന്നത്തെ കിളവർ സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എൻ്റെ ഉമ്മമാരെ മനസ്സിലാക്കണോ, ഞങ്ങൾക്ക് വ്യായാമം കുറയുള്ള കാരണം അറക്കുകയില്ല. എന്തില്ല സാറാ, കാലി മിസ്സില്ലാതിരെ തിന്നകു മാത്രം ഞങ്ങൾക്കു അല്ലാഹു ഞങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ ഗൗരവത്തോടെ മനസ്സിലാക്കണോ, സൗകര്യം കിട്ടുമ്പോൾ തുണിയൊന്ന് നല്ല ജപ്പിട്ട് കൽകണു. അതിരെ ചേറ് പോകുമ്പോൾ നിന്റെ മാപ്പിള്ള തുണിയായിട്ട് നീ കൽകടെങ്കിൽ അതിരെ ചേരിങ്ങനെ ഇളിയുമ്പോൾ നിന്റെ ദോഷത്തെ അല്ലാഹു പുറത്തു തരുണ്ട്. മുഹമ്മദ് മുസ്തഫ. ഒരു നാല് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആര് ഫാത്തിമ ബീബി? ആർലമാണോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മോളു. അല്ലാഹ് ഇന്നലെ കുഞ്ഞാട്ട് ചെന്നില്ലേ? സയ്യിദത്തു നിസാഇൽ ആലം, ലോകത്തെ പെണ്ണിങ്ങിലെ നേതാവായിട്ടുള്ള ബീബി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ഒരു നാൾ അലി റളിയല്ലാഹു അൻഹു ഔത്തുക വരുമ്പോ കൈ പൊട്ടിട്ട് ചോര വന്നിട്ടുണ്ട്. സൊറാക്കിട്ട് ഔത്തിരെ സൊറാക്കിട്ട് തുണി കൽകിട്ട് ബിസലി കൽകിട്ട് ചോറുണ്ടാക്കിയിട്ട് ചോര വന്നോണ്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു കണ്ടിട്ട് ബുൾപ്പൊടുക തുടങ്ങിയിട്ട്, മോളെ ഫാത്തിമ, നീ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമല്ലേ മോളെ, നിന്റെ നാണ് വേദനിപ്പിച്ചല്ലേ മോളെ, നീ ഔത്തര സൊറാക്കട കാണുമ്പോൾ നിനക്ക് ബേജാറാവിടു. നിന്റെ ബാപ്പട മുട്ട പോയിട്ടൊന്ന് ചൊല്ലണു മോളെ, നിന്റെ ഔത്തുകൊരു ഖദ്ദാമ വേണൂട്ട് ചൊല്ലു മോളെ. മഹാനായ സയ്യിദുനാ അലി എന്ന ഖോജാ, നിന്റെ ഔത്തുകു സൊറാക്കൊരു പെണ്ണ് വേണൂട്ട് ചൊല്ലു മോളെ. നീ ചൊന്ന ഉടനെ നിന്റെ ഹബീബ് നിക്ക് തണ്ട് മോളെ. കാരണം നിന്റെ ഒട്ടത്തര ഫിർസ ഉണ്ട്. അല്ലാഹുവിൻ്റെ റസൂലുകു ബിദ്അത്തും മിന്നി, നിന്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ കരളിൻ്റെ കഷ്ണ ആറ് ഹബീബ് ചൊല്ലു ഫാത്തിമ, നിന്റെ കരളിൻ്റെ കഷ്ണം. നിന്റെ ഫാത്തിമയെ ആറ് ബേജാറാക്കിയാറാ, അവൻ നിന്റെ ബേജാറാക്കിയ പോലെ നിന്റെ ഫാത്തിമ ബിബിരെ സന്തോള ആറാക്കിയാറാ, നിന്റെ സന്തോളാക്കിയത് പോലെ മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ റസൂലിനോട്ട് കംപ്ലൈൻറ്റുമായിട്ട് പോണ്ടു. ഔത്തു പോയിട്ട് ആലോചന ആക്കിയിട്ട് എങ്ങനെ നിൻ്റെ ബാപ്പടിട്ടു ചൊല്ലേ. ആലോചന ആക്കിയിട്ട് ചൊന്നെ പലക്കെന്തിര കൊന്തുണ്ട. യാ റസൂലല്ലാഹ്, നിൻ്റെ മാപ്പിളുടെ തുണി നാ കൽകി കൊടുക്കണേ നബിയെ, അതുപോലെ ചോറാക്കി കൊടുക്കണേ നബിയെ, ചായാക്കി കൊടുക്കണേ നബിയെ. യാ റസൂലല്ലാഹ്, നിൻ്റെ ഔത്തുകു കോല് വേണമെങ്കിൽ നക്ക് പുറത്തു പോകാവില്ലേ നബിയേ.
ഐദ്യത്തിൽ ചൊല്ലു ആ ഫാത്തിമ ബി ചൊല്ലു നക്ക് കോൾ കൊണകു പുറത്തു പോക്ക് ചങ്ക്യാവിടു യാ റസൂലല്ലാ അള്ളാന്റെ റസൂലുക്ക് മനസ്സിലായിട്ട് കാരണ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബാകം എന്നോവർ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലുകു ഫാത്തിമ ബീബി മോള് പോകുമ്പോഴത്തേക്ക് മനസ്സിലായിട്ട് ബന്നി ഇതിക്കായിട്ടിക്കോണ്ടു ഞങ്ങളെ പോലെ മാ ഞങ്ങൾക്ക് എന്തിനാ കൊന്താ ഇവിടെ ഞങ്ങൾ മുഖ പാടിയിട്ട് കാണുമ്പോൾ എന്തില്ല കഞ്ഞി കുടിച്ചിട്ടില്ലേ ചില കണക്ക് നോക്കണമെന്നുള്ളവർ എന്ത് കണക്കാന്ത പടച്ച റബ്ബ് കൊന്തു കണക്ക ബെറക്ക എന്ത് കണക്കില കോൽ കണക്ക് പാൽ കണക്ക് മോറ് കണക്ക് അതെല്ലാം ബൽച്ചേരിയുള്ളൂ അതെല്ലാം ഇപ്പം ഇല്ലേ ഇപ്പം തീരെയെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരുത്തരെ കാണുമ്പോൾ ദുഃഖത്തിൽ ബേജാറിൽ പറഞ്ഞിട്ട് ചൊല്ലുടെ എന്തിനു കൊണ്ടുണ്ടാവും മോനെ 5 വക്ത് നിസ്കരി സുന്നത്ത് യാറ നിസ്കരി ഇന്ന ദിക്ർ ചെല്ല് ഇന്ന തസ്ബീഹ് ചെല്ല് അതിരട്ടി മറന്ന് വേറെ ഇല്ല അതിരട്ടി വലിയ മറന്ന് വേറെ ഇല്ല അതാണ് ഏറ്റവും നല്ല മറന്ന് ഇത് പോയ വരത്ത് സുബ്ഹാനല്ലാഹ് എന്താ നിൻ്റെ അബ്ബയുടെ പേരെങ്ങനെ മുഹമ്മദ് നിൻ്റെ ഉമ്മയുടെ പേരെങ്ങനെ ഫാത്തുമ്മ നിൻ്റെ പേരെങ്ങനെ മൂസ നിക്ക് സിഹിർ ആറാക്കിനെ കൊന്തുണ്ട നിൻ്റെ മുട്ടത്തവനെ നോക്കുമ്പോൾ ആറ് മൂത്തോണു അള്ളാഹ് കാക്കട്ടെ വിത്തൻ്റെ അടി തുടങ്ങിയ മേലെ ആരാ സോറ ഇത് ഫിത്തന ആരത് അങ്ങനത്തെ ഞങ്ങളോട്ട് പോയിട്ട് നീ ഫിത്തന മനസ്സിൽ കരുതണ്ട അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ തമ്മിൽ കുടുംബത്തൊട്ട് അടിപ്പാട്ട് കുടുംബത്തെ പിടിപ്പാട്ട് അങ്ങനത്തെ കാല് കണക്ക് മോറ് കണക്ക് മഹാന്മാരായ സ്വാലിഹീങ്ങൾ കണ്ട പാടങ്ങ് ചൊല്ലേന്ദ്രേ നീ പേടിക്കണ്ട നിക്ക് സിഹിറിന്തെങ്കും നിക്ക് കണ്ണേരുണ്ടെങ്കിലും സൂറത്തുൽ ബഖറ ഓതു യാസീൻ ഓതു ഫാത്തിഹ ഓതു ഇന്ന തസ്ബീഹ് ചൊല്ലു ഇതാ ഈ ഉറുക്ക് കെട്ടിക ഈ നൂല് കെട്ടിക ഈ ഔത്തുക വേണ്ടി കുപ്പി താത്ത് ഏത് കിണ്ട് കുപ്പിയല്ല 1000 കുപ്പി താത്തിയെങ്കും സിഹിർ പോണ്ടില്ലേ എന്ത് കാരണ ಅದಕ್ಕೊಂದು ಕಾರಣ ಉಂಟು നിങ്ങൾ ഔത്തുല് എത്ര ടി വി ഉണ്ടു അതിലെ കബറെടുത്തൊരു പൂത്തറു എല്ലാ സിഹിർ ബാത്തിലാവും അതുവരെ ഞങ്ങളെ സിഹിർ പോണ്ടില്ല കാരണം ടി വി ഒന്നാമത്തെ സിഹിർ അള്ളാഹു കാക്കുമാറാകട്ട് ഇപ്പം ടി വിയോടും ഇല്ല മൊബൈലിലെ ഉണ്ടല്ലേ ഇപ്പം ഏത് വേണമെങ്കിലും സുബ്ഹാനല്ലാഹ് നെറ്റ് നോക്കി നെറ്റിലുണ്ടോ ഫേസ്ബുക്കിലുണ്ടോ ഉണ്ട് എന്ത് കള്ള് വേണ അലോട്ട് ആക്കോണ്ടില്ല മെസ്സേജ് പെണ്ണ് വേണ മെസ്സേജ് ഇനി എന്തിനു വേണു എല്ലാം ഇന്നത്തെ മൊബൈലുണ്ട് അള്ളാഹു കാക്കുമാറാകട്ട് മൊബൈലിൻ്റെ ആഫത്തിരത്തുള്ള അള്ളാഹു കാക്കുമാറാകട്ട് മക്കളെ കണ്ണ് ഡിമ്മു നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ഇണ്ട് ചെമ്മ മക്കൾക്കോ കണ്ണ് കാഴ്ചയില്ല കണ്ണാട്ടി തുടങ്ങി പോയിട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ കണ്ണാട്ടി വെച്ചിട്ടും പ്രയോജനമില്ലാണ്ട് കണ്ണ് ഡിമ്മായിട്ടുണ്ടു കാരണം മൊബൈലായിട്ട് കിട് പടച്ചിറപ്പ് ഞങ്ങളെ കാക്കട്ടെ ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിലോട്ട് പോയിട്ട് ചൊന്തു നബിയേ നിൻ്റെ ഔത്തുകു നിന്നെ മാപ്പില്ലേ എല്ലാ സ്വർണ്ണാക്കടെ നബിയേ പക്ഷേ കോല് കൊണ്ടുപോകൂ നക്ക് ചങ്ക്യാവോട് പുറത്തു പോകൂ അതുകൊണ്ട് നബിയേ നക്ക് അതൊക്കൊരു സൗകര്യാക്കി തരണു ഖദ്ദാമായിട്ട് ചെന്നില്ല അള്ളാന്റെ റസൂലുകു മനസ്സിലായിട്ട് മോളെ ഫാത്തിമ നിൻ്റെ ഒട്ടൊരു കാര്യം ഞാൻ ചൊല്ല മോളെ നിന്റെ മാപ്പിളെ കഷ്ടപ്പെട്ടിട്ട് സ്വറാക്കിയിട്ട് ഔത്തുകു പറയുമ്പോ മാപ്പിളെ ബണ്ടെ ടൈമാകുമ്പത്തൊരു കുറിച്ച് വെച്ചിട്ട് മാപ്പിളക്ക് നല്ലൊരു സർബത്താക്കി വെച്ചിട്ട് മാപ്പിളയുടെ ക്ഷീണ നീ തീർത്തെങ്കിൽ നാളെ ഹൗദുൽ കൗസറിനെ തന്നെ കുടിക്കാം മോളെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂൽ ചൊല്ലു നിന്റെ മാപ്പിള അങ്ങാടി പോയി കഷ്ടപ്പെട്ടിട്ട് ജോലി എടുത്തിട്ട് സ്വറാക്കിയിട്ട് വരുമ്പോ മാപ്പിള പണ്ട് ടൈമാകുമ്പത്തൊരു കുറുസു റെഡിയാക്കി വെച്ചിട്ട് മാപ്പിളക്ക് നല്ലൊരു സർബത്താക്കിട്ടോ അല്ലെങ്കിൽ ചൂട് തന്നെയാക്കി വെച്ചിട്ട് ഒരു കട്ടൻ ചായ ആക്കി വെച്ചെങ്കിൽ മോളെ നിക്ക് നാളെ സ്വർഗത്തിലുള്ള തന്നി നാ കുടിപ്പാട്ടായിട്ട് മുഹമ്മദ് മുസ്തഫ